3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു വീട്ടിൽ അഗ്നിബാധ ഉണ്ടാകാനുള്ള കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊന്ന് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ്. രണ്ടാമത് LPG ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ്. മൂന്നാമത് വരുന്നത് നമ്മുടെ ബാഡ് ഹൗസ് കീപ്പിംഗ്, കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടെയും കാര്യങ്ങൾ വെക്കാത്തതിൽ നിന്നും ഉണ്ടാകുന്ന നമ്മുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന കാരണങ്ങളാണ്. ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടും നമ്മൾ കുറച്ച് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സർക്യൂട്ട് ബ്രേക്കർ കട്ടായിട്ട് കറണ്ട് പോകുന്നു എന്നുള്ളൊരു സാഹചര്യം വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സർക്യൂട്ട് ബ്രേക്കർ കട്ടായി കറണ്ട് പോയാൽ നമ്മൾ ആദ്യം മുൻപ് ഫ്യൂസ് ആയിരുന്നു, ഇപ്പോൾ സർക്യൂട്ട് ബ്രേക്കറായി. മുൻപുണ്ടായിരുന്ന സാഹചര്യത്തിൽ ഫ്യൂസ് ആയിരിക്കും, നമ്മൾ കുറച്ചും കൂടെ കട്ടിയുള്ള വള്ളിയിട്ട് അത് കെട്ടി നോക്കും. നിന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കുറേ കൂടെ കട്ടിയുള്ള ഒരു ഫ്യൂസ് ഇട്ട് നമ്മളത് കെട്ടും. ഇങ്ങനെ അതായത് നമ്മൾ എങ്ങനെയും അത് നിർത്താൻ വേണ്ടി ശ്രമിക്കും, അല്ലാതെ എന്തുകൊണ്ട് ഇത് പോകുന്നു എന്നുള്ളതിൻ്റെ കാരണത്തിലേക്ക് ആരും പോകാറില്ല. മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉപകരണങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ആംഗിളുണ്ട് അതിന്. ഒന്ന് ക്വാളിറ്റി ഉണ്ട്, ഒന്ന് പ്രൈസ് ഉണ്ട്. നമ്മളിത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന സാധനം വേണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാൻ വേണ്ടി. ഈ മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനം, നമ്മുടെ അശ്രദ്ധ എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ ഞാൻ ഇലക്ട്രിസിറ്റി പറഞ്ഞ സമയത്ത് ഈ അശ്രദ്ധയുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. ഒരു നമ്മൾ അയണിങ് മെഷീൻ, ഒരു അയൺ നമ്മൾ എടുത്തിട്ട് നമ്മളത് ചൂടാക്കി അയൺ ചെയ്ത് അതിന് ശേഷം അത് ഓഫ് ചെയ്യാതെ നമ്മളവിടെ വെച്ചിട്ട് ഒരു പക്ഷേ മറന്നിട്ട് അങ്ങ് പോകുമെന്ന് വിചാരിക്കുക. പോയി കഴിഞ്ഞാൽ അതിരിക്കുന്ന സ്ഥലത്ത് അതിങ്ങനെ ചൂടായിക്കൊണ്ടേയിരിക്കും, ചുറ്റുപാടുകളും ചൂടാക്കും. അത് പതിയെ ചൂട് കൂടി വന്നിട്ട് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പോഴത്തേക്ക് അതിന് സമീപത്തിരിക്കുന്ന കത്താമ്പര്യമായ വസ്തു ഏതാണോ അതിൻ്റെ ചൂട് ഉയർന്നു വന്നിട്ട് അത് കത്തും. അങ്ങനെ ഒരു അയൺ ബോക്സിൽ നിന്നും ഒരു വീട് മുഴുവൻ കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും.